എന്തിനാണ് സൂയിസൈഡ് പോയിന്റിൽ ആൾക്കാർ പോകുന്നത്? എനർജി വേൾഡിൽ ഉണ്ട് എന്നൊരു സോളിന് മനസ്സിലായി കഴിഞ്ഞാൽ ബ്ലസ്ഡ് ആണെന്ന് അർത്ഥം. ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ആ മുടി ഒന്നും ഇവിടെ കാണുന്നില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു ഡയറ്റിയെ പൂർണ്ണമായിട്ടും വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഡയറ്റിയുടെ ഒരു കവചം നമ്മുടെ കൂടെ ഉണ്ടാവും. ആട് ഭയങ്കര രീതിയിൽ നമ്മളെ വഴി തെറ്റിക്കും, ഭയാനകമാണ്. കാട്ടിനകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആൾക്കാർ സ്പ്ലിറ്റ് ആവും, നമ്മൾ പോലും അറിയില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പോർഷൻസിലേക്ക് നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യും, മാഗ്നറ്റ് പോലെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യും. മരണം അടുത്ത് വരുന്ന സമയങ്ങളിൽ പിതൃക്കൾ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെടും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്തോ ഈ എനർജി ഉണ്ടോ? ആതിരക്ക് എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് എന്താ തോന്നുന്നേ? ചില സന്ദർഭങ്ങളിൽ തോന്നും ഈ ഒരു എനർജി, എന്തോ ഒരു എനർജി നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു ഫീൽ തോന്നും. പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തപ്പോൾ തോന്നും എൻ്റെ ഒരു തോന്നലായിരിക്കാം. അതിന് നമ്മളെല്ലാം നിൽക്കുന്ന എനർജി വേൾഡിലാണ്. പക്ഷേ നമ്മൾ എനർജി വേൾഡിലാണെന്ന് തിരിച്ചറിയുന്ന തലങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു സെൽഫ് റിയലൈസേഷൻ വരിക. അതുവരെയും എനർജി വേൾഡിൽ ഉണ്ട് എന്നൊരു സോളിന് മനസ്സിലായി കഴിഞ്ഞാൽ ബ്ലസ്ഡ് ആണെന്ന് അർത്ഥം. ഇത് ഞാൻ പറയുന്നതല്ല, പല ഗുരുക്കന്മാരും പറയുന്നതാണ്. അതായത് എനർജി വേൾഡ് ഡെഫിനറ്റ്ലി ഉണ്ട്, എല്ലായിടത്തും എനർജി ഉണ്ട്. നമ്മൾ നിൽക്കുന്ന സറൗണ്ടിങ്സിലെല്ലാം എനർജി ഉണ്ട്. നമുക്ക് എനർജിയെ കാണാൻ പറ്റും, ചിലർക്ക് കാണാൻ കഴിയും, ചിലർക്ക് കാണാൻ കഴിയില്ല. നമ്മളൊരു ഡീപ്പ് മെഡിറ്റേഷനിലൊക്കെ പോവുകയാണ്, പല സ്റ്റേജസ് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ, നമ്മുടെ ചക്രങ്ങളെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എനർജിയെ കാണാൻ പറ്റും. ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഫ്ലോറിൽ നമ്മളിപ്പോൾ എത്ര പേരുണ്ട്? 4, 5, 6, 10 പേര് കാണും. നമുക്ക് കാണാൻ പറ്റുന്ന 4 എനർജി സോളേ ഇവിടെ ഉള്ളൂ. കാണാൻ പറ്റുന്ന എത്ര പേരിവിടെ ഉണ്ട്? ഉണ്ടല്ലോ. ഇപ്പോൾ ആദ്യം താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേട്ടതിനും അപ്പുറം കണ്ടതിനും അപ്പുറം എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പറയും. ഈ നമ്മള് വാഷ്റൂം ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ മുടി കൂടുതലായിട്ടും ആ ഒരു വെള്ളം പോകുന്ന ഭാഗത്ത് ചുറ്റി കിടക്കുമ്പോൾ പലപ്പോഴും അതിന്റെ അകത്തൂടെ ആ മുടി എന്തായാലും പോവില്ല, നമ്മൾ എടുത്തു കളയേണ്ട ഒരു സാഹചര്യം തന്നെ വരും. പിന്നെ ഞാനും ഒരു ചേച്ചിയുണ്ട്, അപ്പൊ നമ്മൾ രണ്ടുകൂടെ ഉണ്ടപ്പോൾ 2 സ്ത്രീകളുടെയും മുടി നല്ലതായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ അത് എടുത്തു കളയണം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ആ മുടി ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അതിലൂടെ ചെറിയ ഹോൾസിലൂടെ അത്രയും മുടി എൻ്റെ അകത്തൂടെ പോയില്ല. എടുത്ത് കളയണമെന്ന് വിചാരിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ മുടി അവിടെ കാണുന്നില്ല. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും രാത്രി സമയങ്ങളിൽ ശബ്ദം കേൾക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് അനുഭവപ്പെടുക? ഭയപ്പെടുത്തുന്ന രീതിയിലില്ല, എന്തോ ഒരു സപ്പോർട്ടീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അത് ഒറ്റയ്ക്കുള്ളപ്പോഴാണ് തോന്നിയത്. ഇപ്പൊ നമ്മൾ 2 പേരിൽ ഒരാൾ നാട്ടിൽ പോകുമ്പോഴായിരിക്കും, ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള സമയത്ത് എന്തോ ഒരു സപ്പോർട്ടീവായിട്ട് എന്തോ എന്നുള്ളത് പോലെ ഒരു ഫീൽ ചെയ്യും. പക്ഷെ അതൊരു നമുക്ക് പേടിപ്പെടുത്തുന്ന സ്റ്റേജിലേക്ക് പോവാതെ എന്തോ ഒന്ന് അവിടെ ഇവിടെയൊക്കെയോ ഉണ്ട്. എനർജി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ താമസിക്കുന്ന റൂമിൽ ഫോർ എക്സാമ്പിൾ ഈ ഹാങ്ങിങ് ബെൽസ് ഇല്ലേ, ബെൽസ് കൊണ്ട് 2 or 3 ബെൽസ് കൊണ്ട് തൂക്കിയിട്ട് നോക്കിയേ. രാത്രി സമയങ്ങളിൽ കാറ്റുണ്ടാവില്ല, എല്ലാ വിൻഡോയും ക്ലോസ് ചെയ്തിടുക. ബെല്ല് തന്നെത്താനെ അനങ്ങുകയാണെങ്കിൽ അവിടെ എനർജി ഉണ്ട്. ഇങ്ങനെ എനർജിയെ റെക്ടിഫൈ ചെയ്യാൻ, നമ്മൾ ഒരാളെയും പ്രൊവോക്ക് ചെയ്യാനല്ല, ഏത് എനർജി വന്നു കഴിഞ്ഞാലും നമ്മൾ റിക്വസ്റ്റായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഒരു എനർജിയും നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു ശബ്ദം, പെട്ടെന്ന് കാണുന്ന ഒരു ഷാഡോസ്, പെട്ടെന്ന് കേൾക്കുന്ന ഒരു ശബ്ദം നമ്മളെ പെട്ടെന്ന് പേടിപ്പിക്കും, അല്ലേ? അപ്പോൾ ഈ പേടിപ്പെടുത്തലുകൾ വരാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട കുറേ പ്രിക്കോഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എനർജി ഉണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ മതി. അതെന്താ പ്രിക്കോഷൻസ്? അങ്ങനെ ഒരുപാട് സ്പിരിച്വൽ ടൂള്, ഡിവൈൻ ടൂൾസ്, ഒത്തിരി ടൂൾസ് ഇല്ലേ? അതിന് പുറമേ തന്നെ നമുക്ക് സ്ഥിരം ജപിക്കുന്നവരാണെങ്കിൽ, സ്ഥിരം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരം ഉപാസന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരു ഡയറ്റിയെ പൂർണ്ണമായിട്ടും വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഡയറ്റിയുടെ ഒരു കവചം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു എനർജി, നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു എനർജി നമ്മുടെ തൊട്ടില്ല. നമുക്കൊരു പ്രഭാവലയം ഉണ്ടാവും, നമുക്ക് ശരിക്കും നല്ലൊരു ഓറ ഉണ്ടാവും. ഒരാളിനെ കാണുമ്പോൾ അറിയാൻ പറ്റും അദ്ദേഹം ഓറയുള്ള ആളാണോ അല്ലേ എന്നുള്ള കാര്യം, അല്ലേ? ഇപ്പോൾ നമ്മളൊരു 5 പേരുടെ കൂടെ നമ്മളൊരാൾ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഓറ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരും പോസിറ്റീവ് ആവും.
അതെ. നമ്മളെ കാണുമ്പോൾ ഒരാൾ സുഖമാണോ, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒരാൾ നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഓറ നല്ലതായതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ അതുപോലെ എനർജി ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും എനർജി ഉണ്ട്. അതിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് കാട് അല്ലേ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാനൊരു തവണ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ട്രക്കിങ്ങിന് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വഴിയുണ്ട്. ഒന്ന് നമുക്ക് എളുപ്പത്തിൽ വണ്ടിയിൽ 2 കിലോമീറ്റർ കൊണ്ട് പോകാൻ പറ്റുന്നത്, ഒന്ന് ഉൾക്കാട്ടിലൂടെ പോകാൻ പറ്റുന്നത്. അതൊരു മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അധികം കേട്ടതിലപ്പുറത്തേക്കും ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ അനുഭവം, ഓരോ എനർജി ചേഞ്ചസ്, ഈ പറയുന്ന ശബ്ദങ്ങളൊക്കെ ഞാനന്ന് ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നത്. ഓരോ സ്ഥലം ചെല്ലുമ്പോഴത്തേക്കും വ്യത്യസ്തപരമായിട്ടുള്ള ശബ്ദങ്ങൾ, ആ ഒരു ഈ പറയുന്ന എനർജി പോലെ എന്തൊക്കെയോ ഒരു സറൗണ്ടിങ്സും പോസിറ്റീവ് ആക്കുകയാണ്, എന്തൊക്കെയോ അനുഭൂതി. കാട് ഭയങ്കര രീതിയിൽ നമ്മളെ വഴി തെറ്റിക്കും. ഭയാനകമാണ്. കാട്ടിനകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആൾക്കാർ സ്പ്ലിറ്റാവും. നമ്മൾ പോലും അറിയില്ല. നമ്മൾ കുറച്ച് ദൂരം ഒന്നിച്ച് പോവും, കുറച്ച് പേര് വഴി തെറ്റിപ്പോവും, നമ്മളെ വിളിക്കും. പലരും പറഞ്ഞിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഈ എസ്പെഷ്യലി പറമ്പിക്കുളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ലാർജസ്റ്റ് ഒരു നീറ്റുള്ള ഫോറസ്റ്റാണ്. ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടോ? ഓക്കെ. അവിടെ ഏകദേശം 8 കോടിയുടെ കണിമരത്തേക്കൊക്കെ ഉള്ള വലിയൊരു ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഏത് കാട്ടിനകത്ത് പോയി കഴിഞ്ഞാലും, ട്രക്കിങ്ങിന് പോയി നോക്കി, ജസ്റ്റ് നടക്കാൻ പോയി നോക്കി, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിളിക്കും, വാ 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 വാ, അകത്തേക്ക് വിളിക്കും. അന്ന് ഞാനൊരു സത്യത്തിൽ ഒരു 3-4 കിലോമീറ്റർ കയറി എന്ന് പറയാൻ പറ്റും. നമ്മൾ അറിയാതെ അങ്ങ് പോകും. ഒരു കയ്യിൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയാ അത്രയും കയറിപ്പോയത്, അല്ലെങ്കിൽ എങ്ങനെ പോയി എന്ന് ഇപ്പോഴും അറിയില്ല. ആ ഒരു എനർജി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇനി ഇതിന്റെ മുകളിലേക്ക് എന്തോ ഉണ്ട്, ഇതിന്റെ മുകളിലേക്ക് എന്തോ ഉണ്ട്. കാട്ടിനകത്ത് കയറുമ്പോൾ വഴി ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റും. നമ്മൾ അത്രയും പോസിറ്റീവ് എനർജിയുള്ള, അത്രയും ഓറയുള്ള ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതസ്ഥ, ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഏത് മതസ്ഥനാണെങ്കിലും അവരിലുള്ളൊരു വിശ്വാസം, പൂർണ്ണമായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഓറ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ ആ എനർജി തൊടില്ല. കാരണം ഏറ്റവും കൂടുതൽ എനർജി സോഴ്സ് ഉള്ള കാട്ടിനകത്തും വെള്ളത്തിലുമാണ്. വെള്ളം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പോർഷൻസിലേക്ക് നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യും. മാഗ്നറ്റ് പോലെ നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യും. പക്ഷേ നോർമലി ആൾക്കാർ ഒന്ന് കുളിക്കുന്നതും കളിക്കുന്നതുമായിട്ടുള്ള പ്ലേസ് ഒരു സ്ഥലത്തുണ്ടാകാം. പക്ഷേ ഇതെല്ലാം വിട്ട് നമ്മളെ ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ നോക്കിപ്പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു അട്രാക്ഷൻ ഉണ്ടാകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരുടെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരുപാട് പേരുമായിട്ട് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിനുള്ളൊരു ചാൻസൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരുടെയും ഇൻഫർമേഷൻസാണ് ഞാൻ എന്നിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാനും ഇത് അനുഭവിച്ച് അറിഞ്ഞിട്ടൊരാളാണ്. അതായത് ഒരു അഗാധമായ കുഴിയുള്ളതോ അല്ലെങ്കിൽ അഗാധമായ കുഴി ഇല്ലാത്തതോ ഒഴുക്കുള്ളതോ ആയ വെള്ളം ഉള്ള ഏരിയകളിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യും. നമ്മൾ ആ സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഴും. അട്രാക്റ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ നമ്മുടെ ബോധതലത്തിൽ, അല്ലെങ്കിൽ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റണം, എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊരു ബോധം നമുക്കപ്പോൾ ഉണ്ടാവണം. ആ ബോധം പൂർണ്ണമായിട്ട് നശിക്കും എന്നുള്ളതാണ് വേറൊരു സംഭവം. അറിയാതെ നമ്മൾ അതിലേക്ക് അട്രാക്റ്റ് ആയിപ്പോകും. പക്ഷെ അട്രാക്റ്റ് ആവരുത്. അതുപോലെയാണ് ഈ സൂയിസൈഡ് പോയിന്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ് സൂയിസൈഡ് പോയിന്റിൽ ആൾക്കാർ പോകുന്നത്? എത്രയോ സൂയിസൈഡ് പോയിന്റ് ഇല്ലേ? സൂയിസൈഡ് പോയിന്റിലേക്ക് തന്നെ ആൾക്കാർ എന്തുകൊണ്ടാണ് പോകുന്നത്? സൂയിസൈഡ് പോയിന്റിലേക്ക് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു. ശരിക്കും അവിടെ സൂയിസൈഡ് പോയിന്റ് എന്ന് വെച്ചാൽ ആൾക്കാർ അറിഞ്ഞോ അറിയാതെ പോയി മരിക്കുന്ന ഒരു സ്ഥലം. അവിടെ അത്രയും വലിയൊരു എനർജി ഉണ്ട്. അവിടെ പോയി നിൽക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത്, വാ 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 കം, അല്ലേ? ആ വിളിക്കുന്ന ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അറിയാതെ വീഴുന്നു പോകുന്നത്. ഓൾറെഡി ആ ഒരു ബോധതലത്തിൽ നമുക്ക് അങ്ങോട്ട് പോകണമെന്നൊരു ചെറിയ ആഗ്രഹമുള്ള ആൾക്കാരാണ് ഓട്ടോമാറ്റിക്കായിട്ട് വീഴും. അതായത് എപ്പോഴെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയോ അതിൽ നിന്ന് റിയലൈസേഷൻ ചെയ്തതിന് ശേഷം ഇനി സൂയിസൈഡ് ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഡിസൈഡ് ചെയ്ത ആൾക്കാർ കുഴപ്പമില്ല. അല്ല, സൂയിസൈഡ് അറ്റംപ്റ്റ് മനുഷ്യനാണ്. പല സമയങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പല രീതിയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അകപ്പെട്ടു പോകും. അതായത് സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ ഫാമിലി പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇനി ലൈഫ് വേണ്ട. അങ്ങനെ ചിന്തിക്കുന്നത് ദുർബലമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരാളാണെങ്കിൽ, പക്ഷെ അദ്ദേഹം വീണ്ടും തിരിച്ചു കയറി വന്ന് വളരെ പവർഫുൾ മൈൻഡാണെങ്കിൽ കുഴപ്പമില്ല. ദുർബലമായിട്ടുള്ള മനസ്സുള്ള ആളാണ് ഈ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ആകർഷണ ശക്തി കൂടുതലായിരിക്കും. പലരും പറയുന്നുണ്ട്
അങ്ങനെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ സൂയിസൈഡ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും ആരും ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല കൂടുതലായിട്ടും. പിന്നെ കേട്ടിട്ടുണ്ട് ഇതേപോലെ ചേട്ടൻ പറയുന്ന പോലെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു ആകർഷിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ മൈൻഡ് തന്നെ ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒന്ന് ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് നോക്കിയാലോ. അതുപോലെ മോർച്ചറിയുടെ ഭാഗത്ത് പോയിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ്, എസ്പെഷ്യലി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറി ഭാഗത്തൂടെ നമ്മൾ രാത്രിയൊക്കെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് സൗണ്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നു. മോർച്ചറി, ഗ്രേവ് യാർഡ്, പല സ്ഥലങ്ങളിലും പലരും പറയുന്നുണ്ട്. അവിടെയൊക്കെ ഭയങ്കര എനർജി സോഴ്സ് ഉണ്ട് അല്ലേ? എനർജി എന്ന് പറയുന്നത് ഒരു സോള് ശരീരം വിട്ട് പോകുന്ന സമയങ്ങളിൽ പലരും പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും എന്താണ് പിതൃതലങ്ങളിലേക്ക് എത്താതെ അലഞ്ഞിരി നടക്കുന്ന സോളുകളുണ്ടെന്നല്ലേ പറയുന്നത്. മോക്ഷപ്രാപ്തി കൈവരിക്കാത്ത സോളുകളുണ്ടെന്നാണല്ലോ പറയുന്നത്. ഡെഫിനറ്റ്ലി പല പല സൗണ്ടുണ്ട് ഈ ഹോസ്പിറ്റലിനകത്ത്. നിങ്ങൾ ഇപ്പം എൻ്റെ വൈഫ് ഒരു മെഡിക്കൽ പ്രൊഫഷനാണ്. അപ്പോൾ അയാൾ ഐസിയുക്കകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ബെഡിൽ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പേഷ്യൻ്റ് ആണെങ്കിലും അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ആവുമെന്ന് പറയുന്നുണ്ട്. അത് ആ പ്രൊഫഷനിൽ നിൽക്കുന്ന പലർക്കും അറിയാം. പലരും ഓപ്പണായിട്ട് പറയും, പലരും പറയില്ല. പക്ഷേ അവിടെ കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബെഡിൽ എത്രയോ കിടക്കുന്ന പേഷ്യൻസിന് ഇങ്ങനത്തെ പല പല രൂപങ്ങൾ കാണാമെന്ന് പറയുന്നുണ്ട്. ഈ കൊച്ചു കുട്ടികൾ പറയില്ലേ ഞാനൊരു രൂപത്തിനെ കണ്ടു എന്ന് പറയില്ലേ? ബെഡ് റെസ്റ്റായിട്ട് കിടക്കുന്ന ആൾക്കാർ പറയും ഞാൻ ഒരു രൂപത്തിനെ കണ്ടു. പഴയ ആൾക്കാർ പറയുന്നൊരു പ്രമാണമുണ്ട്. അതായത് മരണം അടുത്ത് വരുന്ന സമയങ്ങളിൽ പിതൃക്കൾ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെടും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. പക്ഷേ പലരും കണ്ട എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? പലരും കണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരു രൂപത്തിനെ കണ്ടു, ഒരാളോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു എനർജി ഉണ്ട്. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എനർജി 100% ഉണ്ട്.